ഹായ് ഗായ്സ്, ലാസ്റ്റ് ഞാനിട്ട ഒരു വീഡിയോയിൽ കർട്ടൻ വെച്ച് ഞാനൊരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ നമുക്ക് നോക്കാം. കർട്ടൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹോൾഡർ പോർഷൻ മേളിൽ വരുന്നുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ ഇട്ടിട്ട് നമ്മൾ തുണി മടക്കിയെടുക്കുക. ഞാനിവിടെ 48.5 ഇഞ്ചാണ് മൊത്തം എടുക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തേണ്ടി വന്നാലോ ഒന്നോർത്ത് ഞാനൊരു 49 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നീളം കൂടുതലാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ അടിവശം അടിച്ചെടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. 4ആയിട്ട് തന്നെ മടക്കി ഇട്ടു. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മേളിൽ വിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഇനി അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആം ഹോളും കൂടെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് നടത്തുന്നത്. ആദ്യം നമ്മുടെ കറക്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇതിനുശേഷം നമ്മൾ നമ്മുടെ ആം ഹോൾ കർവാണ് വരച്ചെടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് അതേപോലെ ചെയ്യുക. ഇനി നമ്മൾ ആദ്യം കൊടുത്ത ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ പകുതി അത് അടയാളപ്പെടുത്തുന്നു. പിന്നെ ഉള്ളിലേക്ക് 1 ഇഞ്ച് കൂടെ കർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മുടെ ആം ഹോൾ കർവ് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ കുർത്തിയിൽ ക്യാപ് സ്ലീവാണ് വെച്ചേക്കുന്നത്. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആം ഹോൾ കർവ് കുഴിച്ച് വരച്ചില്ലേ, 2 ഇഞ്ച് സീം എലമെൻസ് കൊടുത്ത അവിടെ നിന്നും മേളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതായിരിക്കും നമ്മുടെ സ്ലീവായിട്ട് വരുന്നത്. ഇനി ബാക്കി നമ്മൾ പഴയ പോലെ നമ്മുടെ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഷേപ്പിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഷേപ്പിൻ്റെ വിട്ടും സീം എലമെൻറ്റ്സ് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ വിട്ടുകളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം വന്നതിന് ശേഷം നമ്മൾ ഒരു കുർത്തിയല്ലേ ലൈൻ പോലെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം വീതി താഴേക്ക് എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ വിട്ടുകൾ മാർക്ക് ചെയ്യുക. സീം എലമെൻറ്റ്സ് ഉൾപ്പെടെയുള്ള വിട്ടുകൾ മാർക്ക് ചെയ്യുക. അത് വരച്ച ആ ഷേപ്പിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ എത്രയാണോ നീളം വേണ്ടത് അത് താഴേക്ക് മാക്സിമം കിട്ടുന്ന വീതിയിൽ എടുത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് സാധാരണ ഷേപ്പൊക്കെ വരയ്ക്കാറ്. നമുക്ക് കറക്റ്റ് ആ കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഷേപ്പൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം താഴേക്ക് മാർക്ക് ചെയ്ത് പോവുക. നമ്മുടെ കിട്ടുന്ന വീതി മാക്സിമം എടുക്കുക. അതെടുത്ത് താഴേക്ക് നമ്മുടെ ഏലൈൻ കുർത്തി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ താഴെ വശത്ത് നമ്മളൊരു 3 ഇഞ്ച് ഒരു കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അങ്ങനെ ചെയ്തതിന് ശേഷമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ മേളിലേക്ക് നീട്ടി വരച്ചിരിക്കുന്ന അവിടെ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങാൻ. ഒരിക്കലും ആം ഹോളിൻ്റെ അളവിൽ നിന്നും കട്ട് ചെയ്ത് തുടങ്ങരുത്. നമ്മൾ സ്ലീവ് നീട്ടി വരച്ചേക്കുന്ന അവിടെ നിന്നും കട്ട് ചെയ്ത് താഴേക്ക് പോരുക. ഇതിനുശേഷം നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ കുർത്തി ഞാൻ ചെയ്തിരിക്കുന്നത് ഹൈനെക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ വിട്ടിലും ലെങ്തിലും വ്യത്യാസമുണ്ട്. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് നെക്കിൻ്റെ വിട്ട് 2.5 ഇഞ്ചും ലെങ്തായിട്ട് 3.5 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ ഒരു കർവ് വരച്ചെടുത്തിട്ട് അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ അളവിൽ നമ്മുടെ രീതിയിലായിട്ടുള്ള ചെറിയ ഡിഫറൻസുകൾ വരുത്താം. പക്ഷേ ഒരുപാട് ഇറങ്ങി പോകരുത്. ഹൈനെക്കാണ്. അപ്പോൾ 2.5 ഇഞ്ച് വിട്ടും ലെങ്ത് ആയിട്ട് വരുന്നത് 3.5 ഇഞ്ചും. ഇങ്ങനെ ബാക്ക് നെക്കിനും കട്ട് ചെയ്യുക. ബാക്ക് നെക്കിനും കട്ട് ചെയ്യുമ്പോൾ വിട്ട് 2.5 ഇഞ്ച് തന്നെ വെക്കുക. ലെങ്ത് വെക്കുമ്പോൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മാത്രമേ വെക്കാവുള്ളൂ. ഞാനിവിടെ 1 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ലൈനിങ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുർത്തിയുടെ നീളം എത്രയാണോ അതിനേക്കാൾ ഒരു 5 ഇഞ്ചൊക്കെ കുറഞ്ഞേ ലൈനിങ് കട്ട് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ കുർത്തിയുടെ പോർഷൻ നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്യാതെ ലൈനിങ്ങിൻ്റെ പോർഷനും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഫുൾ കട്ടിങ് വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.